السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد والعاقبة للمتقين. أما بعد. അഭിനന്ദനായ ഖുർആൻ സ്റ്റഡി സർക്കിളിൻ്റെ നേതാക്കളെ, QSC മീഡിയ ചാനൽ പ്രവർത്തകരെ, സംഘാടകരെ, പ്രേക്ഷകരെ, പരിശുദ്ധ ക്ലാസുമായി ബന്ധപ്പെട്ട വിവിധ മഹല്ലത്തുകളിലെ നേതാക്കളെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധ റമദാനിൻ്റെ മഹത്തായ ദിനരാത്രങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. എല്ലാ റമദാനിലും നാം നടത്തി വരാറുള്ള നമ്മുടെ മഹത്തായ ഖുർആൻ പഠനവേദിയായ ഖുർആൻ സ്റ്റഡി സർക്കിളിൻ്റെ 24ാം വാർഷിക മഹാസംഗമത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ ഒന്നാം ദിവസം വളരെയേറെ പ്രാധാന്യവും പുണ്യവും ഉള്ളതാണ്. പിന്നിട്ട വർഷങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഇതിൻ്റെ പ്രഭാഷണം നടത്താൻ കഴിഞ്ഞത് അൽഹംദുലില്ലാഹ് പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിൽ വെച്ചാണ് എന്നത് ഏറെ സന്തോഷകരമാണ്. പുണ്യ ഖുർആൻ ഇറങ്ങിയ മാസവും അതിൻ്റെ അവതരണത്തിന് സൗഭാഗ്യം ലഭിച്ച പ്രദേശവും ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ ആദ്യ വിളംബരങ്ങൾ നടന്ന പരിശുദ്ധ പുണ്യനഗരിയായ ഹറം പ്രദേശത്ത് പുണ്യ റമദാനിലുള്ള ഈ മഹത്തായ വേദി എന്തുകൊണ്ടും അൽഹംദുലില്ലാഹ് ധന്യമാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിവിധങ്ങളായ വിഷയങ്ങളാണ് എല്ലാ വാർഷികങ്ങളിലും നമ്മൾ നടത്താറുള്ളതെങ്കിലും ഇന്ന് ഒന്നാം ദിവസം നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ റമദാൻ അതിൻ്റെ അകത്തളങ്ങളിൽ നിർവഹിക്കാൻ സൗഭാഗ്യം കിട്ടുന്ന പുണ്യ ഉംറ. ആ ഉംറക്ക് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള അനുയായികൾക്ക് വളരെ സ്നേഹത്തോടെ ചേർത്ത് വെച്ച മഹാസൗഭാഗ്യമാകുന്ന പൊരുത്തം സംബന്ധമായിട്ടാണ് നാം ചർച്ച ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും കബൂൽ ചെയ്ത് പരിശുദ്ധ ഖുർആനും അതിൻ്റെ പഠനവേദിയും അതിൻ്റെ സ്ഥാപനങ്ങളുടെയും പ്രവർത്തകരും വാഹകരുമാക്കി മാറ്റിത്തരട്ടെ. അതുവഴി ഖുർആൻ്റെ കുടുംബമായി മാറി പരലോകത്ത് അഹ്ലുൽ ഖുർആൻ എന്ന പദവിയോടെ ഖുർആൻ്റെ സാക്ഷിത്വത്തോടുകൂടെ സ്വർഗത്തിലെത്താനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യാണ്. പുണ്യ റമദാനിലെ എല്ലാ കർമ്മങ്ങൾക്കും 70,000 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമ്പോൾ അത് പരിശുദ്ധ ഹറമിൽ വെച്ചായി മാറുമ്പോൾ ഹറമിൻ്റെ വർധനവ് 1,00,000-ഉം 1,00,00,000-ഉം ഒക്കെ ആയി മാറുന്ന ഒത്തുകൂടൽ അൽഹംദുലില്ലാഹ് അത് വളരെയേറെ ശ്രദ്ധേയമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 4 ഉംറകളാണ് നിർവഹിച്ചിട്ടുള്ളത്. ഒരു ഹജ്ജും. പുണ്യമായ ഉംറ എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും വാജിബായ കർത്തവ്യമാണല്ലോ. 5 ഫർദുകൾ കൊണ്ട് ലളിതമായി നിർവഹിക്കാൻ സാധിക്കുന്ന പരിശുദ്ധ കഅബാലയവും പരിസരവും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിമഹത്തായ കർത്തവ്യമാണല്ലോ പരിശുദ്ധ ഉംറ. മീഖാത്തിലൂടെ വരുന്നവർ ആ സന്ദർഭത്തിൽ ഇഹ്റാമോടുകൂടെ മക്കയിലേക്ക് പ്രവേശിക്കുകയും ഒന്നാമത്തെ ഫർളായ ഇഹ്റാമും കഅബത്തിങ്കൽ വന്ന് 7 വട്ടം കഅബയെ തവാഫ് ചെയ്യുന്ന 2ാമത്തെ ഫർളും സഫാ മർവയുടെ ഇടയിലൂടെയുള്ള സഅയി നടത്തുന്ന 3ാമത്തെ ഫർളും മുടിയെടുക്കുക വഴി 4ാമത്തെ ഫർളിൻ്റെ പൂർത്തീകരണവും ഇത് ക്രമമായി നടത്തുക തർത്തീബാക്കുക എന്ന 5ാമത്തെ ഫർളോടുകൂടെ അവസാനിക്കുന്ന അതിമഹത്തായ കർത്തവ്യം. ഒരു മനുഷ്യൻ്റെ ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊരുത്തപ്പെടുമെന്നും ഉംറ കഫാറത്താണെന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്.
ഈ മഹത്തായ കർത്തവ്യം റമദാൻ മാസത്തിലാകുമ്പോൾ ഉണ്ടാകുന്ന പുണ്യമാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ കാന റമദാനു ഇഅ്തമരി ഫീഹി ഫഇന്ന ഉംറതൻ ഫീ റമദാൻ ഹജ്ജത്തുൻ. പരിശുദ്ധ റമദാനിൻ്റെ ഉംറക്ക് ഉന്നതമായ പദവിയുണ്ടെന്നും അത് ഹജ്ജിന് തുല്യമായ പ്രതിഫലമാണെന്നും നിരവധി ഹദീസിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ നബിയോടൊപ്പം ഹജ്ജ് ചെയ്ത പ്രതിഫലമാണെന്നും ഹദീസുകളിലുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തങ്ങൾ അവർ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെ കാണാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഒരു സഹാബി വനിത തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നബിതങ്ങളോടൊപ്പം ഹജ്ജിന് പോകാൻ എനിക്കും അതിയായ താല്പര്യമുണ്ട്. ഇത് കേട്ട സ്വഹാബി, അദ്ദേഹം വളരെ പാവപ്പെട്ട ദരിദ്രനായിരുന്നു, നിന്നെ ഹജ്ജിനയക്കാൻ എൻ്റെ കൈവശം വാഹനമില്ലല്ലോ എന്ന് മറുപടി പറഞ്ഞു. ഞാനെന്തു ചെയ്യും എന്ന ഭർത്താവിൻ്റെ നിസ്സഹായതയ്ക്ക് മുമ്പിൽ ആ ഭാര്യ, നിങ്ങൾ ഇന്ന വ്യക്തിയുടെ ഒട്ടകത്തെ തൽക്കാലം ഒന്ന് ആവശ്യപ്പെട്ടു നോക്കുമോ? അപ്പം അദ്ദേഹം പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന ആളിൻ്റെ ഒട്ടകം യുദ്ധ ആവശ്യത്തിന് വേണ്ടി മാത്രം പരിശീലിപ്പിച്ചിട്ടുള്ളതാണ്, അത് നമുക്ക് ലഭിക്കില്ല. ഭാര്യ ചോദിച്ചു, ആ ഒട്ടകം എനിക്ക് ഹജ്ജിന് പോകാൻ അനുവദിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു യുദ്ധമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ അവളുടെ ഭർത്താവിന് ഒരു മറുപടിയും പറയാനുണ്ടായിരുന്നില്ല. എന്നാലും ആ സ്വഹാബി വനിതയുടെ ഹജ്ജിനുള്ള പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു. തിരുനബിയുമൊത്ത് ഹജ്ജിന് സമാനമായ പ്രതിഫലം ലഭിക്കുന്ന മറ്റ് വല്ലതുമുണ്ടോ എന്ന ചിന്തയിലായി അവൾ. അങ്ങനെ സ്വന്തം ഭർത്താവിനെ ആ വിവരമൊന്ന് അന്വേഷിക്കാൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് പറഞ്ഞയച്ചു. സ്വഹാബി വന്ന കാര്യം നബിയോട് പറഞ്ഞപ്പോൾ പുണ്യപ്രവാചകൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയോട് എൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് സലാം പറയുക. റമദാനിൽ ചെയ്യുന്ന ഉംറ എന്നോടൊത്തു ചെയ്ത ഹജ്ജിന് സമാനമാണ് എന്ന് അവളെ അറിയിക്കുക. ഇബ്നു ഖുസൈമ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത് കാണാൻ കഴിയും. അനുഗ്രഹീത മാസമായ പുണ്യ റമദാനിൽ ഉംറ ചെയ്യുന്നത് സംബന്ധമായിട്ട് ഒട്ടനവധി ഹദീസും സംഭവങ്ങളും കിതാബുകളിൽ കാണാൻ കഴിയും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇങ്ങനെ കാണാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഉംറത്തുൻ ഫീ റമളാൻ തഅദിലു ഹജ്ജതൻ വഫീ ലഫ്ദിൻ ആഖർ ഹജ്ജതൻ മഈ മുത്തഫഖുൻ അലൈഹി. ഈ ഹദീസ് ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. റമദാനിലെ ഒരു ഉംറ ഹജ്ജിന് തുല്യമാണ്, എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമാണ് എന്നും. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ കാന റമളാനു ഇഅ്തമരി ഫീഹി ഫഇന്ന ഉംറതൻ ഫീ റമളാൻ ഹജ്ജത്തുൻ. മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന സ്വഹാബി വനിത പ്രവാചക സന്നിധിയിൽ വന്ന് പരാതിപ്പെട്ടു, നബിയെ, അബൂ തൽഹയും മകനും എന്നെ കൂട്ടാതെ ഹജ്ജ് ചെയ്ത് വന്നിരിക്കുന്നു, ഞാനിനി എന്തു ചെയ്യും? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരിയോട്, സ്വഹാബി വനിതയോട് പറഞ്ഞു, ഉമ്മു സുലൈം ദുഃഖിക്കാൻ എന്തിരിക്കുന്നു? റമളാൻ മാസം ചെയ്യുന്ന ഉംറ എന്നോടൊത്ത് ചെയ്യുന്ന ഹജ്ജിന് സമാനമാണ്. ഇബ്നു ഹിബ്ബാൻ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് കാണാൻ കഴിയും. അതേപ്രകാരം മഹദി ഉമ്മു മാഖിൽ റളിയല്ലാഹു അൻഹ ഒരിക്കൽ
പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് പ്രായമേറെയായി, ഞാനാണെങ്കിൽ രോഗിയുമാണ്. അടുത്ത വർഷം ഹജ്ജിന് എനിക്ക് അവസരം ഒരുങ്ങുമെന്ന് തോന്നുന്നില്ല. ഹജ്ജിന് തുല്യമായ പ്രതിഫലം കരസ്ഥമാക്കാൻ മറ്റ് വല്ല മാർഗവുമുണ്ടോ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉണ്ട്. റമദാനിൽ ചെയ്യുന്ന ഉംറ ഹജ്ജിന് തുല്യമാണ്. അബൂദാബൂദ്, നസായി ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് കാണാം. മഹദി അബൂ തുലൈഖ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബിയോട് ചോദിച്ചു, നബിയെ, തങ്ങളോടൊത്ത് ഹജ്ജ് ചെയ്യുന്നതിന് തുല്യമായ വല്ല കർമ്മവുമുണ്ടോ? പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, റമദാൻ മാസത്തിലെ ഉംറയുണ്ട്. മേൽപ്പറഞ്ഞ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ കൂട്ടാതെ, പൊന്നു ഭാര്യയെ കൂട്ടാതെ ഭർത്താവും മകനുമൊക്കെ ഹജ്ജിന് പോയി സങ്കടപ്പെട്ട സഹാബി വനിതയ്ക്ക് ആശ്വാസം നൽകിക്കൊണ്ട് പരിശുദ്ധ റസൂൽ പറഞ്ഞ മഹത്തായ പ്രതിഫല പദവിയാണ് സത്യത്തിൽ റമദാൻ മാസം നിർവഹിക്കപ്പെടുന്ന ഉംറക്ക് ഹജ്ജിന്റെ പ്രതിഫലം എന്ന പദവി എത്തിയത്. മേൽ സൂചിപ്പിക്കപ്പെട്ട തുല്യതകളും സമാനതകളും മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അത്തരം ആളുകൾ ഹജ്ജ് നിർബന്ധമായ ബാധ്യതയായിട്ടുള്ളവർ റമദാന്റെ ഉംറ ഹജ്ജിന് പകരമാവുകയോ ഹജ്ജിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നതോ അല്ല. അവർ ഹജ്ജ് പ്രത്യേകമായി ചെയ്യേണ്ടത് തന്നെ ഉണ്ട് എന്ന് ഫത്തുൽ ബാരി 5-ാം വാള്യം 372 പേജിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എത്ര മനോഹരമാണ് പുണ്യപ്രവാചകന്റെ ജീവിതത്തിൽ നമ്മോടുള്ള വല്ലാത്ത ഒടുങ്ങാത്ത സ്നേഹം. ഒരിക്കൽ ഒരു സഹാബി വനിത ഓടി വന്ന് കരഞ്ഞു പറഞ്ഞു, വല്ലാതെ ശകാരിച്ചു, ഒടുക്കം നിന്നെ തലാക്ക് ചൊല്ലിയിരിക്കുന്നെന്ന് പറഞ്ഞ ദുഃഖഭാരം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞ പെണ്ണിനോട് സ്നേഹത്തോടെ സമീപിക്കാൻ ഒരുങ്ങുന്ന പുണ്യനബി സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിലെ 28-ാം ജുസുവിലെ സൂറത്ത് മുജാദല തുടങ്ങുന്നത് തന്നെ അങ്ങനെയല്ലേ? ഖദ് സമിയല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. സ്വന്തം ഭർത്താവിന്റെ വിഷയത്തിൽ നബിയെ അങ്ങയോട് വന്ന് പരാതി പറയുന്ന പൊട്ടിക്കരയുന്ന പെണ്ണിന്റെ കരച്ചൽ അല്ലാഹു കേൾക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ കാണാൻ കഴിയും. ഒന്നുകൂടി ഖുർആൻ ക്ലാസ്സിലൂടെ ആ നബിയെ മനസ്സിലാക്കി പുണ്യ നബിയുടെ ചര്യയിലേക്ക് നമ്മൾ എടുക്കാൻ കഴിയണം. ഒരിക്കൽ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതല്ലേ, എനിക്കെൻ്റെ മെഹബൂബിങ്ങളെ കാണണം. സ്വഹാബത്ത് പരസ്പരം അങ്ങുമിങ്ങും മുഖത്തോട് മുഖം നോക്കി. ചിലർ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നിങ്ങളെ മെഹബൂബിങ്ങൾ? 3 വട്ടം നബി തങ്ങൾ പറഞ്ഞു, എനിക്കെന്നെ മെഹബൂബിങ്ങളെ കാണാൻ വല്ലാതെ കൊതി വരുന്നു, വല്ലാതെ ആഗ്രഹം വരുന്നു. സ്വഹാബത്ത് അന്താളിച്ചു. അവസാനം വീണ്ടും ചോദ്യങ്ങൾ ഉണർന്നപ്പോൾ, ഞങ്ങളല്ലേ അങ്ങയുടെ മെഹബൂബിങ്ങൾ? സ്നേഹത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഒന്നോർത്ത് നോക്കൂ സുഹൃത്തുക്കളെ. സ്വഹാബത്തിനോട് പറഞ്ഞു, അന്തും അസ്വഹാബുന, നിങ്ങളെൻ്റെ സ്വഹാബികൾ, നിങ്ങളെൻ്റെ സ്വഹാബി പുരുഷന്മാരും സ്വഹാബി വനിതകളും മാത്രമാണ്, നിങ്ങളുടെ സ്വഹാബത്താണ് നിങ്ങൾ. എന്നാൽ എനിക്കെൻ്റെ മെഹബൂബിങ്ങളുണ്ട്. എന്നെ അവർ കണ്ടിട്ടില്ല, ഞാൻ അവരെയും കണ്ടിട്ടേയില്ല. അവരെന്നെ അനുസരിക്കുന്നു, വിശ്വസിക്കുന്നു, എനിക്ക് സലാത്ത് ചൊല്ലുന്നു, എന്നോട് സലാം പറയുന്നു. അവരെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും ഇഷ്ടങ്ങളും വർജിച്ച് ഉപേക്ഷിച്ച് എൻ്റെ ജീവിതം ഒപ്പിയെടുത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്നു. അവരെ ഞാൻ കാണുക തന്നെ ചെയ്യും. സ്വഹാബത്ത് വല്ലാതെ ആശങ്കപ്പെടുകയാണ്. വീണ്ടും 3 വട്ടം ശബ്ദമുയരുകയാണ്, ഞാൻ അവരെ കാണും. അല്പം മൗനിയായതിനു ശേഷം, ഞാൻ അവരെ കാണും, പരലോകത്ത് വെച്ച് കാണും. ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരെ കാണിക്കാൻ. അവരെ ഞാൻ തിരിച്ചറിയും. എനിക്ക് തിരിച്ചറിയാൻ റബ്ബ് അവരിൽ ഒരു അടയാളം വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ കണ്ടാൽ നബിക്ക് നമ്മളെ തിരിച്ചറിയണം. എന്നിട്ട് പറഞ്ഞു, ഹുർറൻ മുഹജ്ജലീൻ ഇസ്ബാഉൽ വുദൂ. വുദൂ ചെയ്യുമ്പോൾ വുദൂവിനെ മെച്ചപ്പെടുത്തി അല്പം കൂട്ടിക്കഴുകി
വുദൂവിൻ്റെ എല്ലാ സുന്നത്തുകളും മര്യാദകളും പാലിച്ച് വുദൂവിന് ശേഷമുള്ള പ്രാർത്ഥന നടത്തി. അങ്ങനെ വുദൂ ചെയ്യൽ എൻ്റെ ഉമ്മത്തിങ്ങൾ അവരെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയാനുള്ള അടയാളമാണ്. അവരുടെ കൈകാൽ മുഖങ്ങൾ പ്രകാശിക്കും. കൈകാൽ മുഖങ്ങൾ പ്രകാശിക്കുന്നവരെ എന്ന് പരലോകത്ത് പ്രത്യേകം അവരെ വിളിക്കപ്പെടും. ഞാൻ അവരെ കാണും. പ്രിയപ്പെട്ടവരെ, നമുക്കതിൽ കണ്ണിയായി ചേരണം. നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ വുദൂവും നമ്മുടെ കുളികളുമൊക്കെ ആ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, നമ്മളോടുള്ള വല്ലാത്ത ഒടുങ്ങാത്ത ആഗ്രഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ മുന്നിൽ പ്രകടമായിരിക്കണം. അരുതായ്മയിൽ നിന്ന് വിട്ടുനിന്ന് പരിശുദ്ധ ഖുർആന്റെ അനുഗ്രഹീതമായ സന്ദേശത്തിലൂടെ വളരുന്ന, പാകപ്പെടുന്ന മക്കളും പേരക്കുട്ടികളുമാകണം നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹീതമായ സ്നേഹമാണ്, എത്ര വിശാലമായ കാരുണ്യമാണ് പ്രിയപ്പെട്ട നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളാകുന്ന അനുയായികൾക്ക്, ഉമ്മത്തീങ്ങൾക്ക് ചെയ്തു വെച്ച് തന്നത്. പരിശുദ്ധ ഖുർആന്റെ സൂറത്തു തൗബയിൽ ആ പുണ്യപ്രവാചകനെ പരിചയപ്പെടുത്തിയതുപോലെ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളുടെ അങ്ങേയറ്റം ആർദ്രതയുള്ള, കൃപയുള്ള വല്ലാത്തൊരു മനസ്സിൻ്റെ മഹാനേതാവ്. നമുക്കൊരിക്കലും നിബിതങ്ങളോടൊപ്പം ഒരമലും ചെയ്യാൻ സാധിക്കില്ല. കാരണം നാം അന്ന് ജനിച്ചിട്ടില്ല, നബിയെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ലോകാവസാനം വരെയുമുള്ള എൻ്റെ സ്നേഹിക്കുന്ന എൻ്റെ അനുയായികൾ, എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലുന്ന, എന്നോട് സലാം പറയുന്നവരെ, എനിക്കവരെ കാണണമെന്ന് അള്ളാഹുവിനോട് കൊതിച്ച പ്രവാചകൻ, ആ നബിയെ ഒന്നോർക്കണം മുഅ്മിനീങ്ങളെ, നോമ്പുകാരെ. ഈ മഹത്തായ ഖുർആൻ സ്റ്റഡി സർക്കിളിൻ്റെ വാർഷിക വേദിയിൽ നാം ഒരിക്കലും അത് വന്ന വഴി, ഖുർആൻ നമ്മളിലേക്ക് എത്തിയ വഴി മറന്നു പോകരുത്. ആ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഒട്ടനവധി വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണിത്. നബിയെ കണ്ടിട്ടില്ലാത്ത, അന്ന് ജനിച്ചിട്ടില്ലാത്ത, അന്ന് ജീവിച്ചിട്ടില്ലാത്ത എനിക്കും നിങ്ങൾക്കും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്ത പ്രതിഫലം ചാർത്തിത്തരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആ ഒരു പ്രതിഫലം സമൂഹത്തിൻ്റെ സന്തോഷ മനസ്സിലോട്ട് പകർന്ന് പഠിപ്പിച്ചു നൽകി വഫാത്താകുന്നതിൻ്റെ മുമ്പേ നമ്മയൊക്കെ ആ രീതിയിൽ ചേർത്ത് വെച്ച പരിശുദ്ധ നേതാവ്. ഒരിക്കലും തിരുനബിയെ നാം മറക്കരുത്. ആ ചര്യയ്ക്ക് വിരുദ്ധമായി നമുക്ക് സംസാരിച്ചുകൂടാ, പ്രവർത്തിച്ചുകൂടാ, ജീവിച്ചുകൂടാ. പുണ്യപ്രവാചകന്റെ പൊരുത്തം, അതുവഴി അർഹമുർ-റാഹിമീനായ റബ്ബിൻ്റെ പക്കലുള്ള വിജയം, അതാണ് ഖുർആൻ സ്റ്റഡി സർക്കിളിൻ്റെ ദൗത്യം. ആ ഒരു സംസ്കാരവും ആ ഒരു തർബിയത്തും സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് കഴിഞ്ഞ പിന്നിട്ട 24 വർഷം നാം നടത്തിപ്പോരുന്നത്. മദ്രസ പാഠങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഭൗതിക വിദ്യാഭ്യാസത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ സഹോദരി സഹോദരങ്ങളാകുന്ന യുവതി യുവാക്കൾ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾക്ക് തുടർന്ന് ഇത്തരം ആത്മീയമായ സദസ്സുകളിലൂടെ ഖുർആനിക സംസ്കാരവും തർബിയത്തും നൽകുന്ന മഹത്തായ സംവിധാനമാണ് കഴിഞ്ഞ 24 വർഷമായി കോഴിക്കോട്, കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളായി അൽഹംദുലില്ലാ നമുക്ക് പങ്കെടുക്കാനും നടത്താനും സംഘടിപ്പിക്കാനും സാധിച്ചത്. അതിൽ പങ്കെടുത്ത നിരവധി ആളുകൾ ഇന്ന് നമ്മളോടൊപ്പമില്ല. അവരൊക്കെ ഖബർ ജീവിതത്തിലാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാണ്. അന്ന് 10 വയസ്സുള്ള ആളുകൾക്ക് ഇന്ന് 34 വയസ്സായിട്ടുണ്ടാകും. കഴിഞ്ഞ 24 വർഷം മുമ്പ് ഇങ്ങനൊരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്കുണ്ടായ ഒരു ഖുർആനിക ബന്ധം അൽഹംദുലില്ലാ ഇന്നത് ഏറെ വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ ഒരു സംവിധാനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. റമദാനുകളിൽ ഖത്മോദി തീർന്ന്
ഏറെ പ്രയാസപ്പെട്ടെങ്കിലും അത് അവസാനിപ്പിച്ച് പിന്നീട് തൊട്ടുനോക്കാത്ത അവസ്ഥയിൽ നിന്ന് മാറി സ്വഹാബത്ത് ശീലമാക്കിയതുപോലെ ഖത്മുൽ ഖുർആന്റെ മൻസിൽ ക്രമപ്രകാരം ഓതുന്ന മഹദി മഹത്തുക്കളാണ് നിങ്ങളെല്ലാവരും. ഇത് ഈ വാർഷിക പരിപാടിയിൽ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കുളിർമയുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരാഴ്ച കൊണ്ട് ഖത്മു തീരുന്ന രീതിയും എല്ലാ മാസവും ഖത്മുൽ ഖുർആന്റെ പ്രാർത്ഥനയും നടത്തുന്ന ക്രമങ്ങളാണ് ഖുർആൻ സ്റ്റഡി സർക്കിളിൻ്റെ ക്ലാസ് നടക്കുന്ന എല്ലാ മഹല്ലത്തുകളിലും പ്രദേശങ്ങളിലും ഉള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ പെടുത്തി തരട്ടെ. ഖുർആന്റെ പാരായണം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പവിത്രത നമ്മളിലേക്ക് എത്തിച്ച പുണ്യ നബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും ദിനേനെ സലാം പറയാൻ മറക്കരുത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ സന്തോഷവും സമാധാനവും വർഷിക്കട്ടെ, സദാ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് ഇതിൻ്റെ മലയാളം. എന്നോട് സലാം പറയുന്നവർക്ക് ഞാനങ്ങ് ഖബറിലാണെങ്കിലും എൻ്റെ മരണശേഷമാണെങ്കിലും സലാം അടക്കാൻ എനിക്ക് അനുവാദം തരണം എന്ന് ജീവിതകാലത്ത് ഹയാത്ത് കാലത്ത് ദുആ ചെയ്ത് അനുമതി വാങ്ങിവെച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സലാം മടക്കുന്നു എന്ന നമ്മുടെ വിശ്വാസം. സലാം ചൊല്ലിയ മനുഷ്യനോട്, മുഅ്മിനായ അനുയായിയോട് തിരിച്ചു നബി തങ്ങൾ സലാം മടക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും സെയിം പറയുമ്പോൾ ഉണ്ടായ അതേ അർത്ഥമാണ് സലാം മടക്കുമ്പോഴും. താങ്കൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പ്രതികരണം എന്ന സലാമിൻ്റെ മടക്കം, സലാം മടക്കിയപ്പോഴുള്ള അർത്ഥം നമുക്ക് വേണ്ടി പറഞ്ഞതും പ്രാർത്ഥിച്ചതും പ്രത്യഭിവാദ്യം ചെയ്യുന്നതും റൗള ഷരീഫ് അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്നോർക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ആ ഒരു ചര്യയും ചിട്ടയും മറന്നു പോകരുത്. പരിശുദ്ധ ഖുർആന്റെ പഠിതാക്കൾ പാരായണത്തിലും അതിൻ്റെ മനനം ചെയ്യുന്നിടത്തും അതിൻ്റെ ക്ലാസ്സുകളിലും അതിൻ്റെ പഠനങ്ങളിലും വ്യാപൃതരാകലോടൊപ്പം തിരുസുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിതം പാകപ്പെടുത്തുന്നിടത്ത് മുന്നിലുണ്ടാവണം. അർഹമുർ-റാഹിമീനായ റബ്ബ് നമ്മളെ എല്ലാവരെയും വിജയികളിൽ പെടുത്തി തരട്ടെ. പരിശുദ്ധ റമളാൻ കൊണ്ട്, പുണ്യ ലൈലത്തുൽ ഖദർ കൊണ്ട്, മഹത്തായ ഖത്മുൽ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ റബ്ബേ, കുടുംബസഹിതം ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും ഞങ്ങളുടെ സംഘാടകരെയും സുഹൃത്തുക്കളെയും മുഴുവൻ സ്നേഹജനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മക്കൾ, പേരക്കുട്ടികൾ, ഞങ്ങൾ മൺമറഞ്ഞു പോയവർ, ഞങ്ങളെ ബന്ധുമിത്രാദികൾ മുഴുവൻ ആളുകളെയും റമളാൻ കൊണ്ട്, പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ഭൂമിയിൽ പരിചയപ്പെട്ട രണ്ട് സാധനം അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളെ കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ളതാണ്. അത് രണ്ടെണ്ണം ഏതെന്ന് ചോദിച്ചാൽ അൽ ഖുർആനു വ റമളാനു. ഖുർആനും റമളാനും മാത്രമാണത്. യുശഫിആനി, അത് രണ്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്ന് പുണ്യ നബി സയ്യിദുനാ റസൂലുള്ളാഹി. ഈ മഹത്തായ സന്ദേശം 24ാം വാർഷികത്തിൻ്റെ ഭാഗമായി പ്രിയപ്പെട്ട ഖുർആൻ സ്റ്റഡി സർക്കിളിൻ്റെ പഠിതാക്കൾക്കും QLC മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകർക്കും സമ്മാനിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.